സാകെ ഒന്നയെ മറികടന്നതായി അവകാശപ്പെടുന്ന പറ്റുന്ന ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഉത്തരങ്ങൾ നൽകിക്കൊണ്ടോ പഠനകടുപ്പമേറി മിടായിയോ എറിഞ്ഞുകൊണ്ടോ സാകെ ഒന്നയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഇരുട്ടിൽ അവളെ നഷ്ടപ്പെടാനും ഇത് മതിയായ സമയം മുത്തുന്നു. നിങ്ങൾക്ക് ഇതും ഇഷ്ടപ്പെട്ടേക്കാം. സാകെ ഒന്നയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഇരുട്ടിൽ അവളെ നഷ്ടപ്പെടുത്താനും 20-20 നൂറ്റാണ്ടിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ്. ജാപ്പനീസ് നഗരങ്ങൾ ഇതിഹാസത്തിലുള്ള ഒരു പ്രേതത്തിന്റെ പേരാണ് ആഷിക് എന്ന് പറയണത്. ആഷിക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആഷിക് വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ഒരു ബുദ്ധിമാൻ അല്ലെന്ന് പണ്ട് ആയാലും പറയുന്ന ഒലികു ബുദ്ധിയാണ് ഈ ആഷിക്കുന്ന ഒരു ഇതിഹാസം. നടനുള്ള ഉപരിയിൽ ഒരു പ്രേതം ഉണ്ടായിരുന്നു. പ്രേതത്തിന്റെ പേരാപ്പിൽ എന്ന് പറയുന്ന 2 വ്യക്തി ഉണ്ടായിരുന്നു. അവരെ നോർമൽ ആക്ടിവിറ്റീസ് എന്ന ഒരാളായിരുന്നു. പേരാണ് നോർമൽ ആക്ടിവിറ്റീസ് ഒന്നും പറയുന്നു രാജ്യമെമ്പാടും വ്യാപിക്കുകയും ചെയ്തു. ഇത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടക്കുമ്പോൾ മുതിർന്നവരുടെ പുതുത്തോടൊപ്പം കടുപ്പമുള്ള മിരായി ആസ്വദിക്കുന്നു. രൂപം സാകെ ഒന്ന് എന്ന തങ്കഭംഗം സംഭവിച്ച് ലോകത്തോട് പ്രതികാരം ചെയ്യാൻ തിരിച്ചെത്തിയ ഒരു സ്ത്രീയുടെ പ്രേതമാണ്. അവളുടെ മൂച്ചപഠനം പ്രായത്തിലുള്ളതും രക്തരൂക്ഷിതവുമായ മുറിവിൽ മുതൽ ചെവി വരെ പുഞ്ചിരിക്കുന്നു. ആദ്രിയിൽ ബോഗിലെ ഉത്തരപ്പെട്ട യാത്രക്കാർക്ക് മുന്നിൽ അവൾ പ്രത്യക്ഷപ്പെടുന്നു. തുണി മാസ്ക് പാനല്ലെങ്കിൽ തൂവാല കൊണ്ട് അവളുടെ നിറച്ച വായ മൂടുന്നു. ുകൾ സാകെ ഒന്ന് ഇരുട്ടിൽ ഇരകൂടെ അടുത്തേക്ക് ഒഴിഞ്ഞു നോക്കി താൻ സുന്ദരിയാണെന്നവർ കൃതില്ലെന്ത എന്ന് ചോദിക്കുന്നു. ആദാശിക്കിരയിരടെന്ന മറുപടി നൽകിയാൽ അവർ പെട്ടെ മുഖം മൂടി ഓടി മാറ്റി ചുവന്ന രക്തം ഒഴുകുന്ന വിചിത്രമായ വാലുനെ ധരിപ്പെടുത്തുന്നു. പിന്നെ അവർ ഭയങ്കര സ്വരത്തിൽ ചോദിക്കുന്നു അവർ ഇപ്പോഴും സുന്ദരിയാണെന്നവർ കരുതുന്നുണ്ട് എന്നതാണ്.